ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിക് സിസ്റ്റം ഡിസൈൻ ബൈ നീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BCD ടു XS3 കോഡ് കൺവേർട്ടറാണ്. അതായത് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോവാണ് വിച്ച് വിൽ കൺവേർട്ട് ദ BCD കോഡ് ഇൻ ടു XS3 കോഡ്. നമുക്കറിയാം BCD കോഡ് എന്ന് പറയുന്നത് ഒരു 4-bit കോഡാണ്. XS3 കോഡ് ഈസ് ഓൾസോ എ 4-bit കോഡ്. സോ അറ്റ് ദ ഇൻപുട്ട് there should be 4 terminals to apply the BCD. 4 inputs available ആയിരിക്കണം. 4 inputs നമ്മൾ BCD അപ്ലൈ ചെയ്യും. I am designating the BCD inputs as A, B, C and D. And at the output we know that we should get the XS3 code. XS3 code is also a 4-bit code and I am designating it as W, X, Y and Z. Okay, here we will apply the BCD and at the output we will get XS3 code. Okay, this will be the circuit that we have to design. Okay, അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഡിസൈനിങ് നോക്കുന്ന സമയത്ത് സെയിം ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുക. അതായത് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും എൻ്റർ ചെയ്യും. അതിനുശേഷം ഓരോ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ഇക്വേഷൻസ്, ഓൾജിബ്രായിക് ഇക്വേഷൻസ് എഴുതണം. ഓൾജിബ്രായിക് ഇക്വേഷൻസ് നമ്മൾ K-മാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ K-മാപ്പ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സർക്യൂട്ട് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻപുട്ടിനകത്ത് BCD നമ്പേഴ്സാണ് വരുന്നുണ്ടായിരിക്കുക. BCD നമ്പർ എന്ന് പറയുന്നത് 0000 മുതൽ 1001 വരയ്ക്കുള്ള എല്ലാ BCD നമ്പേഴ്സും നമ്മൾ ഇൻപുട്ടിൽ എൻ്റർ ചെയ്യും. നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ BCDക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് XS3 വരുന്നത് അത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് BCD ടു XS3 കോഡ് കൺവേർട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് 2 കോളംസാണ് വരുന്നത്. ഇൻപുട്ട്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് BCD ആണ് അല്ലേ. BCD കോഡാണ് നമ്മൾ ഒരു സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ BCD എന്ന് പറയുന്നത് 0000 മുതൽ 1001 വരയ്ക്കുള്ള എല്ലാ കോമ്പിനേഷൻസും, BCDയിലെ എല്ലാ കോമ്പിനേഷൻസും 0 മുതൽ 9 വരയ്ക്കുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ഇൻപുട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ABCD എന്നാണ് നമ്മൾ BCDനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടേണ്ടത് XS3 കോഡാണ് അല്ലേ. XS3 കോഡിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള WXYZ ആണ്. ഇതിനകത്ത് ഓരോ എൻട്രീസും എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡിൻ്റെ കൂടെ 0011 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന കോഡ്സാണ് നമ്മളിവിടെ ഔട്ട്പുട്ടിൽ എഴുതിയേക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ BCD കോഡ്, ഇപ്പോൾ ഈ ഒരു BCD കോഡ് 0101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കോഡിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് 0101 പ്ലസ് 0011 ദെൻ ഇറ്റ് വിൽ ബി 0001. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കറസ്പോണ്ടിങ് ഓരോ ഔട്ട്പുട്ട് എൻട്രി നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, BCDയുടെ കൂടെ 3 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഔട്ട്പുട്ട് എൻട്രിയും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് K-മാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടോ അത്രയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതോടൊപ്പം നമുക്ക് 4 ഔട്ട്പുട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻസ് എഴുതണം. അത് സിംപ്ലിഫൈഡ് ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് K-മാപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൂളിയൻ ലോസ് യൂസ് ചെയ്തിട്ടെല്ലാം സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് K-മാപ്പ് ആണ്. ഓക്കെ, K-മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ 4 ഓൾജിബ്രായിക് ഇക്വേഷൻസും സിംപ്ലിഫൈ ചെയ്യും. ആ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്കൽ ഡയഗ്രാം യൂസിങ് ദ ലോജിക് ഗേറ്റ്സ് നമ്മൾ വരയ്ക്കും. അങ്ങനെയാണ് നമ്മൾ BCD ടു XS3 കോഡ് കൺവേർട്ടർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W ആണ്. ഇതിനകത്ത് 4 ഔട്ട്പുട്ട് ഉണ്ട്, 4 K-മാപ്സ് യൂസ് ചെയ്യേണ്ടി വരും നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W ആണ്. Wന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു K-മാപ്പ് വരയ്ക്കാൻ പോവാണ്. നോക്കാം. ഇതാണ് Wന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ള K-മാപ്പ്. ഇതൊരു 4 വേരിയബിൾ K-മാപ്പ് ആണ്. 0 മുതൽ 15 വരയ്ക്കുള്ള സെൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 4 വേരിയബിൾ K-മാപ്പ് യൂസ് ചെയ്യാൻ എന്താണ് കാരണം? നമുക്ക് ഇൻപുട്ടിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കണം. ഇൻപുട്ടിനകത്ത് 4 വേരിയബിൾസ് ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു 4 വേരിയബിൾ K-മാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് W എന്നുള്ള ഔട്ട്പുട്ടിൻ്റെ എൻട്രീസ് നമുക്ക് ഈ സെൽസിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അതായത് W is equal to 0 ഫ്രം 0000 ടു 0100. അതായത് 0 മുതൽ 0100 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. 0 മുതൽ 4 വരയ്ക്ക് W 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 0 മുതൽ 4 വരയ്ക്കുള്ള സെൽസിൽ നമുക്ക് W is equal to 0 എന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, W is equal to 0 ഹിയർ ആൻഡ് ഹിയർ. ഓക്കെ, 0 മുതൽ 4 വരയ്ക്കുള്ള സെൽസിൽ W is equal to 0 ആണ്. 0 എന്ന് എൻ്റർ ചെയ്തു. നെക്സ്റ്റ് 5 മുതൽ 9 വരയ്ക്കുള്ള സെൽസിൽ W 1 ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 5, 6, 7,
8 9 ഈ സെൽസിൽ നമ്മൾ W = 1 കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 11 12 13 10 11 12 13 14 ആ സെൽസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ ഒന്നുമില്ല, ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ ഇൻപുട്ടിനകത്ത് 0 മുതൽ 9 വരയ്ക്കുള്ള എൻട്രീസ് മാത്രമേ വരുള്ളൂ. കാരണം നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് BCD കോഡാണ്. BCD കോഡിൽ ആകെ 0 മുതൽ 9 വരയ്ക്കുള്ള എൻട്രീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് 10 മുതൽ 15 വരയ്ക്കുള്ള എൻട്രീസ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു എൻട്രി ഇൻപുട്ടിൽ വന്നാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഡോൺ കെയർ ആണ്. നമുക്ക് ഔട്ട്പുട്ട് 0 ആയാലും 1 ആയാലും ഇറ്റ് ഡസൻറ്റ് മൈൻഡ്. സോ 10 മുതൽ 15 വരയ്ക്കുള്ള സെൽസിൽ വി ക്യാൻ എൻ്റർ ഡോൺ കെയർ. കാരണം 10 മുതൽ 15 വരയ്ക്കുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വി ഡസൻറ്റ് മൈൻഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ദെൻ 10 മുതൽ 10 11 12 13 14 ആൻഡ് 15 എന്നുള്ളത് നമ്മൾ ഡോൺ കെയർ ആയിട്ടായിരിക്കും എൻട്രി ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഗ്രൂപ്പിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. ഏറ്റവും മാക്സിമം വലിയ ഗ്രൂപ്പായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് പോസിബിൾ വൺസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 4 വേരിയബിൾ കെ മാപ്പ് ആയതുകൊണ്ട് അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 16 വൺസ് 8 വൺസ് 4 വൺസ് 2 വൺസ് ഓർ 1 ഒരൊറ്റ സിംഗിൾ 1 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ ഗ്രൂപ്പ് ഇതിനകത്ത് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. 16 വൺസ് ഇവിടെ അവൈലബിൾ അല്ല, 8 വൺസ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൺ കെയറിന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ 8 വൺസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 1 ഉണ്ട്. അതിന് നമുക്ക് ഈ ഒരു ഡോൺ കെയറിനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 8 വൺസിൻ്റെ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊരു സിംഗിൾ ഗ്രൂപ്പായിട്ട് വന്നു. നെക്സ്റ്റ് നമുക്കൊരു 8 വൺസ് ഇവിടെ പോസിബിൾ അല്ല. ദെൻ പിന്നെ വരുന്നത് 4 വൺസ് ആണ് അല്ലേ. 4 വൺസ് ഇവിടെ പോസിബിൾ ആണോ എന്ന് നോക്കുന്ന സമയത്ത് ഇതാ 1 1 ഈ 2 ഡോൺ കെയറിനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു 1 കൂടെ ഗ്രൂപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വൺസിനെയും ഗ്രൂപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഈ ഒരു 1നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനെയും 4 വൺസിൻ്റെ ഗ്രൂപ്പ് ആക്കാം. 1 1 ഈ ഒരു 2 ഡോൺ കെയറിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അനദർ ഗ്രൂപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഓരോ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. ഈ 2 ടേം നോക്കാം. ഇതിനകത്ത് B ആയിരിക്കും ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കുക, B ആൻഡ് C. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് സെക്കൻഡ് ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എന്താണ് വരിക, ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് വരുന്നത് എന്തായിരിക്കും, B ആൻഡ് ഇവിടെ C എന്നുള്ളത് 0 ആയിട്ടും 1 ആയിട്ട് അവൈലബിൾ ആണ്. D ആണ് 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ B D ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേം വരുന്നത്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് എന്താണ് വരിക, ഇതിപ്പോൾ ഫുൾ ഒരു റോനെ കംപ്ലീറ്റ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് C D എന്നുള്ള വേരിയബിൾ ഫുള്ളായിട്ട് ക്യാൻസലായി പോകുന്നുണ്ടായിരിക്കും. ഇവിടെ വരുന്നത് A എന്നുള്ളൊരു വേരിയബിളാണ്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് A ആണ്. ദെൻ ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, W ഇസ് ഈക്വൽ ടു A or BC or BD. Okay, this will be the expression corresponding to W. നമ്മുടെ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു 4 വേരിയബിൾ കെ മാപ്പാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രീസ് ഫില്ല് ചെയ്യാം. അതിനകത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 ഫോർ 0. ഇൻപുട്ട് 0 ആയിരിക്കുന്ന സമയത്ത് എക്സ് 0 ആണ്. ഇൻപുട്ട് 1 ആയിരിക്കുന്ന സമയത്ത് എക്സ് 1 ആണ്. ഇൻപുട്ട് ഈസ് 2 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ദെൻ ഇൻപുട്ട് 3 ആയിരിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് 1 ആണ്. ദെൻ ABCD ഈസ് ഈക്വൽ ടു 0 1 0 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ്. അതായത് 0 1 0 0 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. 4ന് കറസ്പോണ്ടിങ് എക്സ് ഈസ് ഈക്വൽ ടു 1. ദെൻ 5ന് കറസ്പോണ്ടിങ് എക്സ് ഈസ് ഈക്വൽ ടു 0. 6ന് കറസ്പോണ്ടിങ് എക്സ് ഈസ് ഈക്വൽ ടു 0. 7ന് കറസ്പോണ്ടിങ് 0 ആണ്. 8ന് കറസ്പോണ്ടിങ് 0 ആണ്. 9ന് കറസ്പോണ്ടിങ് 1 ആണ്. ഓക്കെ, ദെൻ റിമൈനിങ് കോമ്പിനേഷൻസ് നമുക്ക് ഡോൺ കെയർ എൻ്റർ ചെയ്യാം. നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് BCD ആണ്. 10 to 15 എന്നുള്ള കോമ്പിനേഷൻസിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡോൺ കെയർ ആണ്. ഓക്കെ, ഡോൺ കെയർ നമ്മൾ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പിംഗ് ആണ് അല്ലേ. ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് വരാൻ നോക്കുക, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് നോക്കാം, ഇതിനകത്ത് 2 വൺസ് ഇവിടെ അവൈലബിൾ ആണ്. അതിന് നമുക്ക് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ വി ക്യാൻ ഗ്രൂപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 2 വൺസ് അവൈലബിൾ ആണ്. ലാർജസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് വി ക്യാൻ ഗ്രൂപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഈ ഒരു 1നെ നമുക്ക് ഈ ഒരു വിധത്തിലാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എന്താണ് കിട്ടുന്നുണ്ടാവുക, ഇവിടെ നമുക്ക് വരുന്നത് A 0 ആയിട്ടും 1 ആയിട്ട് അവൈലബിൾ ആണ്. B വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് C ബാർ D ബാർ അവൈലബിൾ ആണ് അല്ലേ. നെക്സ്റ്റ് ഈ ഒരു ഗ്രൂപ്പിന് നോക്കാം. ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വരുന്നുണ്ടാവുക,
ഈ ടേംസ് നോക്കാം. എന്താണ് വരിക? എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് 1 ആണ്. ദെൻ ബി ബാർ വരുന്നുണ്ട്. ദെൻ ഈ രണ്ട് ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ക്യാൻസലായി പോവും, ഡി വരുന്നുണ്ട്, ബി ബാർ ഡി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എന്താണ് വരിക? ഈ രണ്ട് ടേംസ് വരണം. ഇതിനകത്ത് ബി ബാർ വരുന്നുണ്ട്. ദെൻ ഇവിടെ എന്താണ് വരിക? സി വരുന്നുണ്ട്. ഓക്കെ, ദെൻ അവർ എക്സ്പ്രഷൻ വിൽ ബി എക്സ് ഈസ് ഈക്വൽ ടു ബി സി ബാർ ഡി ബാർ ഓർ ബി ബാർ ഡി ഓർ ഡി ബാർ സി. ഇതായിരിക്കും നമ്മളുടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ വരുന്നത്. ഇത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 വേരിയബിൾ കെ മാപ്പാണിത്. ഇനി നമുക്ക് വൈയുടെ ഔട്ട്പുട്ട് എൻട്രീസ് ഈ കെ മാപ്പിനകത്ത് എൻ്റർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ട് 0 0 0 ആവുന്ന സമയത്ത് വൈ ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ വൈ ഈസ് ഈക്വൽ ടു 0, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ 0, ദെൻ ഇറ്റ് ഈസ് 1, ദെൻ വൈ ഈസ് ഈക്വൽ ടു 1, ദെൻ വൈ ഈസ് ഈക്വൽ ടു 0, again it is 0, then it is 1, then it is 1, then 9 വരുന്ന സമയത്ത് y is equal to 0 ആണ്. റിമൈനിങ് കോമ്പിനേഷൻസ് എല്ലാം ഡോൺ കെയർ വന്നു. ഓക്കെ, ഇനി നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഗ്രൂപ്പ് നോക്കിയിട്ട് ഫോം ചെയ്യണം. ഇതിനകത്ത് 16 വൺസ് അവൈലബിൾ അല്ല, 8 വൺസ് അവൈലബിൾ ആണോ നോക്കുക. 8 വൺസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോസിബിൾ ആയിട്ടുള്ളത് ഒരു 4 വൺസിൻ്റെ ഗ്രൂപ്പാണ്. ഈ ഒരു ഡോൺ കെയറിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് 2 വൺ അവൈലബിൾ ആണ്, അതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സ് വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് എക്സ്പ്രഷൻ വരുന്നുണ്ടാവുക? എ ബി എന്നുള്ള വാരിയബിൾസ് ക്യാൻസലായി പോയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ഡി, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി സി ബാർ ഡി ബാർ. ദെൻ ദ എക്സ്പ്രഷൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു സി ബാർ ഡി ബാർ ഓർ സി ഡി. ഓക്കെ, ഇതായിരിക്കും വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ലാസ്റ്റ് ഔട്ട്പുട്ട് ഈസ് സെഡ്. സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 4 വേരിയബിൾ കെ മാപ്പ് വരച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തുള്ള എൻട്രീസ് ഫില്ല് ചെയ്യാം. സെഡ് ഈസ് ഈക്വൽ ടു 1 0 1 0, ദെൻ അഗെയിൻ ഇറ്റ് ഈസ് 1 0 1 0 ആൻഡ് 1 0. ഓക്കെ, ദെൻ ബാക്കിയുള്ള കോമ്പിനേഷൻസ് എല്ലാം ഡോൺ കെയർ കണ്ടീഷൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഗ്രൂപ്പിംഗ് നോക്കാം. ഗ്രൂപ്പിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് 16 വൺസ് അവൈലബിൾ അല്ല, 8 വൺസ് നോക്കുക. ഇവിടെ 2 വൺ ഉണ്ട്, ഇവിടെ 2 വൺ ഉണ്ട്. നമുക്ക് ഇവിടെ ഗ്രൂപ്പിംഗ് 8 വൺസ് പോസിബിൾ ആണ്. എങ്ങനെയാണ് 8 വൺസിൻ്റെ ഗ്രൂപ്പിംഗ് പോസിബിൾ ആവുന്നത്? ഫോൾഡഡ് ആണ് അല്ലേ, ഫോൾഡബിൾ ആണ്. നമ്മുടെ കെ മാപ്പ് എന്ന് പറയുന്നത് ഫോൾഡബിൾ ആണ്. നമുക്ക് ഈ സൈഡിലുള്ള 4 വൺസും ഈ സൈഡിലുള്ള 4 വൺസും കൂടെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഈ ഫുൾ കോളം നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എ ബി എന്നുള്ളൊരു വാരിയബിൾ അവിടെ ക്യാൻസലായി പോയിട്ടുണ്ടായിരിക്കും. ഈ 2 വാരിയബിൾ സി ഡി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സി ഈസ് പോസിബിൾ ആസ് 0 ആൻഡ് 1, ദെൻ ദ വാരിയബിൾ റിമൈനിങ് ഈസ് ഡി, ദെൻ സെഡ് ഈസ് ഈക്വൽ ടു ഡി. BCD2 XS3 കോഡ് കൺവേർട്ടറിൻ്റെ 4 ഔട്ട്പുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോജിക് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എ ബി സി ഡി, BCD കോഡാണ് നമ്മുടെ ഇൻപുട്ടായിട്ട് വരുന്നത്. എ ബി സി ഡി എന്നാണ് നമ്മളതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇൻപുട്ട്സ് നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ഈ ലൈൻസിലായിരിക്കും നമ്മൾ ഇൻപുട്ട്സ് കൊടുക്കുന്നുണ്ടായിരിക്കുക. എ ബി സി ഡി, ഈ ലൈൻസിലായിരിക്കും നമ്മൾ BCD അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ XS3 കോഡ് കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ Z എന്നുള്ളൊരു ഔട്ട്പുട്ട് നോക്കാം. Z ഈസ് ഈക്വൽ ടു ഡി ബാർ ആണ് അല്ലേ. അതായത് ഡി എന്നുള്ള ഒരു ഇൻപുട്ട് അവൈലബിൾ ആണ്. ഇഫ് വി ഇൻവേർട്ട് ദിസ് ഡി വി വിൽ ഗെറ്റ് ദ ബിറ്റ് Z. XS3 കോഡിനകത്തെ Z എന്നൊരു ബിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡി ബാർ കിട്ടും. ആ ഡി ബാർ ആണ് Z ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ട് നോക്കാം. y is equal to c bar d bar or cd. ഓക്കെ, ഡി ബാർ എന്നുള്ളൊരു ഔട്ട്പുട്ട് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നെക്സ്റ്റ് അതിൻ്റെ കൂടെ നമുക്കൊരു സി ബാർ എന്നുള്ളത് ആൻഡ് ചെയ്യണം. ഓക്കെ, സി ബാർ, ഇവിടെ സി ബാർ അവൈലബിൾ ആണ്. ദെൻ ദിസ് ടൈം വിൽ ബി സി ബാർ ഡി ബാർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സി ഡി, സി ആൻഡ് ഡി എന്നുള്ള 2 വേരിയബിൾ 2 ഇൻപുട്ട്സ് നമുക്ക് ആൻഡ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് സി ഡി. Then again I have to OR these two terms to get the output y. Y is equal to c bar d bar or cd. Okay, y is okay. Then the next one is x. X is equal to b c bar d bar or b bar d or b bar c. Okay, then c bar d bar എന്നുള്ള ഒരു ടേം നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ് അല്ലേ. c bar d bar ഇവിടെ അവൈലബിൾ ആണ്, നമുക്കത് യൂസ് ചെയ്യാം. Then I have to and b with this term. Okay, then
it will be B C bar D bar. Then the next term is B bar D. Okay, I have to invert B. Here it will be B bar. Then B bar D. B bar D. Again the next term is B bar C. B bar is available here. And I have to AND C with this. Okay. Then here it will be B bar D and it will be B bar C and it is B C bar D bar. I have to apply it into a 3 input OR gate. Okay. Then the output is X. X is equal to B C bar D bar, B bar D or B bar C. Okay. Then the next term is W. W is equal to A or BC or BD. Okay. A is available here. A or BC. B and C. Then the next term is BD. B and D. Okay, then I have to apply these to a 3 input OR gate. Okay, this is A or BC or BD. It is equal to W. Okay, this output is equal to W. Okay, this will be MSB of the XS3 code and this will be the LSB of the XS3 code, because while writing the truth table we have written as W, X, Y, Z and Z is the LSB and W is the MSB. We have to treat the output as it is. Okay.